പഠിപ്പുമുടക്കിനിടെയുണ്ടായ SFI അതിക്രമം വിവരിച്ച് പാചക തൊഴിലാളികൾ. അരി അടുപ്പത്തിടാൻ നേരം വനിതാ നേതാവ് കയ്യിൽ പിടിച്ചു വലിച്ചു. ഇതോടെ പാത്രത്തിലുണ്ടായിരുന്ന അരി നിലത്ത് വീണു. കാലിന് പൊള്ളലേറ്റു. മോശം പദപ്രയോഗങ്ങളും ഡിവൈഎഫ്ഐ നേതാവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന് പാചക തൊഴിലാളികൾ പറയുന്നു. കണ്ണൂർ മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നലെയായിരുന്നു സംഭവം. ഡിവൈഎഫ്ഐ വനിതാ നേതാവ് അക്ഷയ മനോജിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ബക്കറ്റും അരി ഇങ്ങനെ വലിച്ചിട്ട് ഇപ്പുറത്തെ കൈക്ക് പിടിച്ചു വലിച്ചു. ചിലക്കെല്ലാം നമ്മളോട് പറഞ്ഞ നമ്മളങ്ങനെ SFI പഠിപ്പ് മുടക്കിനിടെ ഇന്നലെയാണ് കണ്ണൂർ മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാചക തൊഴിലാളിക്ക് നേരെ കയ്യേറ്റമുണ്ടായത്. വസന്ത എന്ന പാചക തൊഴിലാളിയാണ്. ഞാൻ 3 വർഷമായി അവിടെ ഹെൽപ്പറായിട്ടാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഇതുവരെ സമരം വരുമ്പോൾ നമ്മൾ ഭക്ഷണം വെക്കും, കൊടുക്കും, കുട്ടികൾ ഭക്ഷണം കഴിച്ച് പോകും. ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നേരത്തെ പോയി 9 മണിയാകുമ്പോഴേക്കും ഒരു ചെമ്പ് ചോറ് കോരിയാൽ മാത്രമേ നമുക്ക് ഉച്ച 12 മണി നമുക്ക് 2 ചെമ്പ് ചോറും പാലും കറിയും എല്ലാം ആവുമല്ലോ. അങ്ങനെ പോയി നമ്മൾ വേഗം അടുപ്പത്ത് വെച്ച് 9 മണിയാകുമ്പോഴേക്ക് വെള്ളം തിളച്ച് അരി ഇടണമല്ലോ. +2 കുട്ടികൾ വെക്കണ്ടാവുന്നത് നമ്മൾ സാധാരണ പറയുമ്പോൾ ഇവിടെ 3 വർഷമായാലും നിങ്ങളുടെ ഭക്ഷണം ഞാൻ വന്നിട്ട് അത്രയായി ഇത്രയും ഭക്ഷണമൊക്കെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല പോലെ. അക്ഷയ് മനോജ് എന്നാണ് ആ കുട്ടീൻ്റെ പേര്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന കുട്ടിയാണ്. ഈ സ്കൂളിൽ തന്നെ പഠിച്ച കുട്ടിയാണ്. ഇപ്പോൾ ഈ പുറത്തുനിന്ന് വന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു ബക്രത് എന്ന് പറഞ്ഞു. വെക്കേണ്ട നമുക്ക് ഓർഡറില്ല. ഞാനും പറഞ്ഞു എൻ്റെ അപ്പുറം പണിയെടുക്കുന്നവരും പറഞ്ഞു വെക്കേണ്ട ഓർഡറില്ല, അതുകൊണ്ട് നമുക്ക് വെക്കണം. ഞാൻ അരി അങ്ങ് എടുത്തിടുമ്പോൾ കുട്ടി ചാടി വന്ന് എൻ്റെ കൈ വലിച്ചു. അപ്പോൾ ഒരു 10 കിലോ അരി കഴുകിയ വന്ന ബക്കറ്റിലുള്ള ആ ബാറോടെ വലിക്കുമ്പോൾ എൻ്റെ കൈ വേദനിച്ചു. അരി കുറേ വീണു. ബക്കറ്റ് താഴെ വീണു. തപ്പാടി തീക്കുള്ളി വിളിച്ചു. അമ്മയെന്ന് പറഞ്ഞു ഞാനൊരു തുള്ളി തീ വലിക്കും. നീ എന്താ കുട്ടി ചെയ്യുന്നത്? ഇതെന്താ തീ വെക്കേണ്ട പരിപാടിയാണോ എന്നുള്ളതും കൂടി ചോദിച്ചു ഞാൻ. അപ്പോൾ മാഷ് വന്ന് അതിനോട് സമാധാനത്തിൽ ഇങ്ങനെ ഈ സംഭവം ഇവിടെ സ്കൂളിൽ ഉണ്ടായിട്ടില്ല, നമ്മൾ സ്കൂൾ പൂട്ടൂല എന്നൊക്കെ കുട്ടിയോട് മാഷ് പറഞ്ഞു. അപ്പോൾ കുട്ടി കുറേ അസീല വർത്തമാനങ്ങൾ പറഞ്ഞു നമ്മളോട്. അവളോടും എന്നോടും എല്ലാം പറയുമ്പോൾ ഇങ്ങനെ ചിലക്കല്ല മറ്റേ മറിച്ചെന്നല്ല. പോലീസിൽ ഇന്നലെ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തു. കുറേ അരി വന്നു, ഒരു 2 കിലോ അരിയോളം ഇതിനകത്ത് കയറി. ചേച്ചിക്കൊപ്പം അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ചേച്ചിയുണ്ട്. അപ്പം നമ്മൾ ഭക്ഷണം വെക്കും, നമ്മുടെ ഡ്യൂട്ടി അത്. ഉത്തരവാദിത്തപ്പെട്ട മാഷ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം വെക്കൂല. ഞാൻ എന്താ ഇന്നലെ PTA പ്രസിഡന്റിനോട് പറഞ്ഞല്ലോ. ഞാനിന്നലെ പറഞ്ഞു, അത് എനിക്കറിയണ്ട, നിങ്ങളെ അറിയിക്കേണ്ട കടമ അവരുടെ അല്ലേ. ഇത്രയുള്ളൊരു കുട്ടിയാ. ഞാൻ ആരാന്നറിയാവോ നിങ്ങൾക്ക്? ഞാൻ ആരാന്നറിയാവോ? ഞാൻ പറഞ്ഞു മോളെ, നീ ഏത് കൊല്ലത്തെ തമ്പുരാട്ടി ആയാലും എനിക്ക് വിഷമമില്ല, പക്ഷെ നീ കഞ്ഞിപ്പരക്ക് പുറത്ത് നിന്ന് കളിച്ചോ. HM ഫുഡിന്റെ ചാർജുള്ള മാഷ്, പിന്നെ നമ്മൾ 2 ആള്, നമുക്ക് ഇത്രയും പേർക്ക് കഞ്ഞിപ്പരക്കകത്ത് നിൽക്കാനുള്ള ഓർഡർ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇതാ മാഷ് വരുന്നുണ്ട്, നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളെടുത്ത് പോയി പറയും. ഇവിടെയല്ല പറയണ്ടേ, ഓഫീസ് ഉണ്ടല്ലോ താഴെ, അവിടെ പോയി പറയും. ഇവിടെയാ പറയണ്ടേ. നിങ്ങൾ അങ്ങനെയാണ് കുറേ മോശമായ രീതിയിൽ കുട്ടിയെ ഷൗട്ട് ചെയ്തു. ഗ്രിൽസ് അങ്ങ് അടയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും കഴിച്ച് ചാടി കയറിയിട്ട് കയറുന്നതിന് മുമ്പ് എടാ ഓടി വാടാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഈ ഒരു വാക്കും ഞാൻ പറഞ്ഞു, വിളിക്കടി നിന്റെ മന്ത്രിയെ വിളിക്കടി, ആരാണ് വരട്ടെ നിന്റെ മന്ത്രിയെ വിളിക്കടി എന്ന് ഞാൻ പറഞ്ഞു. ഒരു ആൺകുട്ടി ഓടി വന്നിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്ന അല്ലാണ്ട് ഒരക്ഷരം മിണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു ഇനി കയറി വന്നോനെന്ന് പറഞ്ഞു. 2-3 ബക്കറ്റ് അരി കഴുകി വെച്ചിട്ടുണ്ട്. ഒരു ബക്കറ്റ് ഇടാൻ നോക്കി 10-12 കിലോ പയറ് വെള്ളത്തിലിട്ടു. ഒരു ബക്കറ്റ് തേങ്ങ അരച്ച് വെച്ചു. 7-8 കിലോ പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ആര് സമാധാനം പറയും? ഇവള് വീണ്ടും പുറത്ത് നിന്നിട്ട് പറയുന്ന ഫുഡ് വേസ്റ്റ് ആക്കാൻ പറ്റൂല, ഈ നനഞ്ഞ സാധനം വേസ്റ്റ് അല്ലേ, നമുക്ക് നാളേക്ക് അത് ഉപയോഗിക്കാൻ പറ്റൂലല്ലോ, അത് നാളേക്ക് വെച്ച് കൊടുക്കുന്നു. ഈ കുഞ്ഞു മക്കൾക്ക് ഇന്ന് അരച്ചും പുഴുങ്ങിയും വെച്ച സാധനം നാളെ കൊടുക്കണ്ടേ കുഞ്ഞു മക്കൾക്ക്? 2 പാചക തൊഴിലാളികൾക്കുണ്ടായ അനുഭവമാണ് അവർ വിവരിച്ചത്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള വിമർശനം ഇത് സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.